കാര്യം ഓർത്ത് വിഷമിക്കണ്ട. ഇതൊക്കെ രുക്മിണി നമ്മളോടുള്ള പ്രതികാരം തീർക്കുന്നത്. ശരിയാ, അവര് ശ്രീയെ ബലിയേടാക്കുന്നു. ഇവളെ കെട്ടിയവന്റെ നട്ടില് വാഴവെള്ളിയാണോ? തള്ള പറയുമ്പോ വളയെ. ഈ ഹരീഷ് കുറച്ചുനാൾ മുൻപ് വരെ ധൈര്യമുള്ള ആളായിരുന്നു. രുക്മിണി ആന്റി പറയുന്നിടത്തൊന്നും നിൽക്കാതെ ശ്രീലക്ഷ്മി വിളിച്ചോണ്ട് മാറി താമസിച്ച ആളല്ലേ? അതെ, അത് കണ്ടിട്ട് അവക്ക് സഹിച്ചില്ല. അവിടുന്ന് ഈ വളകാപ്പ് ചടങ്ങ് നടത്തണമെന്നും പറഞ്ഞ് നമ്മളോട് അടുത്തത്. രുക്മിണി ഹരീഷിനെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക മക്കളെ. അവന്റെ ആ തെറ്റിദ്ധാരണ മാറ്റിയെടുക്കണം. കൊച്ചിന്റെ മാനസിക നില തെറ്റാൻ മയക്കുമരുന്ന് വരെ കൊടുത്ത കാര്യം അവനെ ബോധ്യപ്പെടുത്തണം. ഒരു മനുഷ്യനെ നശിപ്പിക്കാൻ രുക്മിണി എന്തൊക്കെ ചെയ്യുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഈ ഹരീഷ് എന്ന കൊച്ചാണ് ഇതൊക്കെ വിശ്വസിക്കണ്ടേ? അവര് പ്രസവിച്ചതല്ലേ അവനെ, പിന്നെ അവരുടെ കൂറ സ്വഭാവം ഇല്ലാതിരിക്കും. അളിയൻ പറഞ്ഞത് വളരെ ശരിയാ. അടേ, ഈ കുരങ്ങ് കളിക്കാരുണ്ടായിരുന്നു. കാട്ടി എന്ന് കുരങ്ങനെ പിടിച്ചിട്ട് നാട്ടി വന്ന് ഈ കുരങ്ങനെ കൊണ്ട് പല കളി കളിപ്പിക്കും. ചാടിക്കളിക്കട കൊച്ചിരാമ, ആടിക്കളിക്കട കൊച്ചിരാമ എന്ന പാട്ടൊക്കെ പാടി ഈ കുരങ്ങനെ കൊണ്ട് കളിപ്പിക്കും. എന്നിട്ട് കള്ള് ഷാപ്പിൽ കൊണ്ടുപോയി കള്ളും കുടിപ്പിക്കും. ഈ കുരങ്ങ് കളിക്കാരന്റെ കയ്യിലെ കുരങ്ങിനെ പോലെയാ രുക്മിണിയുടെ കയ്യിലെ ഹരീഷ്. ഇന്ന് കുരങ്ങനെ ഒന്നിനെങ്കിലും തൊടുന്നവനെ സെൻട്രൽ ജയിലിൽ കൊണ്ടുപോയി പോലീസുകാർ കുരങ്ങളിപ്പിക്കും. ഈ രുക്മിണിയിട്ട് നമുക്ക് അഷ്ടകലാശം ചവിട്ടിപ്പിക്കണം. അതിന് നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ട്. നീ അവിടെ ഇരിക്കെ. നീ കരയും വിഷമിക്കൊന്നും വേണ്ട, ഇതെല്ലാം മാറും. ഏതൊരു ഫാമിലി ലൈഫിലും സംഭവിക്കാറുള്ളതേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ. നിങ്ങളായിട്ട് തുടങ്ങിയ വഴക്കൊന്നും അല്ലല്ലോ. ഇടയിൽ നിന്ന ആ സ്ത്രീയുടെ അജണ്ടയല്ലേ ഇതെല്ലാം. എനിക്കറിയാം ഏട്ടാ, എന്നെ ഹരീഷ് മനസ്സിലാക്കും. ഇതെല്ലാം ഹരീഷിന്റെ അമ്മ ഉണ്ടാക്കിയ പ്രശ്നമാണെന്ന് ഹരീഷ് ഒരു നാളെ തിരിച്ചറിയും. ഇപ്പോഴേ ഹരീഷിനോട് സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട്. ശ്രീ, എല്ലാം കലങ്ങി തെളിയും. നീ വിഷമിക്കാതിരുന്നാ മതി. ഞാൻ നിങ്ങളോടൊക്കെ തെറ്റേ ചെയ്തിട്ടുള്ളൂ. അതിനെനിക്ക് തീർത്താൽ തീരാത്ത സങ്കടമുണ്ട്. അതൊന്നും സാരമില്ല, അതൊക്കെ നമ്മൾ തമ്മിലല്ലേ. ഹരീഷിനോട് ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. ഹരീഷ് എന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇവർ ഇത്രയേറെ വിഷമാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല ഏട്ടാ. ഹരീഷിന് എന്റെ ജീവനാ. പെട്ടെന്നുണ്ടായ ദേഷ്യം ഇതൊക്കെ, അതെല്ലാം മാറും, എനിക്ക് വിശ്വാസമുണ്ട്. നീ പ്രാർത്ഥനയോടെ ഇരിക്കെ, എല്ലാം മാറും. എന്താ എന്താ ഇവിടെ പ്രശ്നം? എന്താണ് ഹരീഷേ? എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ ഇവളോട് പറഞ്ഞിട്ടുണ്ട്. ഇവള് പറയും കാര്യങ്ങളൊക്കെ. ശ്രീ കരഞ്ഞു നിൽക്കുന്നത് നീ കണ്ടില്ലേ? അപ്പൊ നിനക്ക് പറഞ്ഞൂടെ എന്താ കാര്യമെന്ന്? ഞാനിവളുടെ ആങ്ങളയല്ലേ? എന്നാ ആങ്ങളെ കേട്ടോ, എന്റെ മകന് നിന്റെ ഈ പെങ്ങളെ വേണ്ടാന്ന്. അതുകൊണ്ട് അവന് ഡിവോഴ്സ് വേണം. അതൊപ്പിടിക്കാനാ ഞങ്ങൾ ഈ വക്കീലുമായിട്ട് വന്നത്. ഡിവോഴ്സ് വേണമെന്നുള്ളത് നിങ്ങളുടെ ആഗ്രഹം. ഹരീഷ് ശ്രീയുടെ മുഖത്ത് നോക്കി ചോദിക്കട്ടെ, ഡിവോഴ്സ് വേണോന്ന്. എടാ, അവള് പറഞ്ഞത് കേട്ടില്ലേ? നിനക്കതിന് മറുപടിയില്ലേ? ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞതാ, എന്നാലും പറഞ്ഞേക്കാം. എനിക്കിനി ഇവളെ വേണ്ട. വേണ്ടെന്ന് അങ്ങനെ നീ തീരുമാനിച്ചാ മതിയോ? പരസ്പരം സ്നേഹിച്ച്
രണ്ടുപേരുടെ ഇഷ്ടപ്രകാരം കല്യാണം കഴിച്ച് എന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ വന്ന് പറയ എനിക്കവളെ വേണ്ടാന്ന്. മോനെ ഇവൾ എന്ത് തെറ്റാ ചെയ്തെന്ന് ആദ്യം പറ. ആഹാ, ഇവള് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇവള് ഭ്രാന്തിയാ, മുഴു ഭ്രാന്തി. ദേ, അനാവശ്യം പറയരുത്. പറഞ്ഞാ നേരെ ചൊവ്വ എവിടുന്ന് പോവില്ല. ശ്രീയെ ഭ്രാന്തിയാക്കേണ്ടത് നിങ്ങളുടെ ആവശ്യം. കാരണം ശ്രീയെ ഹരീഷിനെ തെറ്റിക്കാൻ നിങ്ങൾ കണ്ട അവസാന മാർഗം ഇതാ. എന്റെ മോളെ ഭ്രാന്തിയാക്കാൻ നിങ്ങൾ എന്തോ വിഷം മരുന്ന് എന്റെ കൊച്ചിന് കലക്കി കൊടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, ഹ്, ഉണ്ണിയപ്പത്തിൽ ഏതോ കെമിക്കല് കലക്കി കൊടുത്ത് ഇവളുടെ വയറ്റിൽ വളർന്ന കുഞ്ഞിനെ കൊന്നതേ ഇവരാ കെമിക്കല്. ഒരു വിഷജന്തു. ഡീ, എന്ത് ഡീ? ഹ്, സത്യം പറയുമ്പോ നിങ്ങൾക്ക് പൊള്ളുന്നുണ്ടോ? ഹ്, അല്ലെങ്കിലും സത്യം കേൾക്കുമ്പോ നിങ്ങൾക്ക് പൊള്ളും. കാരണം നിങ്ങൾ നേരെന്നറിയുള്ളവളല്ലല്ലോ. ഞാൻ വന്നത് വഴക്കും വയ്യാവേലിയും ഉണ്ടാക്കാനൊന്നും അല്ല. എനിക്കിനി ഇവളോടൊപ്പം ജീവിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് എനിക്ക് ഡിവോഴ്സ് വേണം. ദേ, ഈ വക്കീലിനിട്ട് ബുദ്ധിമുട്ടിക്കാതെ വേഗം ഒന്ന് ഒപ്പിട്ട് തന്നിരുന്നെങ്കിൽ ഞങ്ങൾക്കൊന്ന് പോവായിരുന്നു. വക്കീലിനെ ഇട്ട് ബുദ്ധിമുട്ടിക്കാൻ ഈ വക്കീലിനെ ഞങ്ങളല്ലല്ലോ ഇങ്ങോട്ട് വിളിച്ചത്. ദേ, എനിക്ക് ഇവളോടാ പറയാനുള്ളത്. ഒരു കാരണവശാലും ഇനി നമ്മൾ തമ്മിൽ പൊരുത്തപ്പെട്ട് പോവില്ല.